റിയാസ് പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത് റിയാസ്? ഞാൻ മണ്ണാർക്കാട് തച്ചമ്പാറ പറയും. മണ്ണാർക്കാട്. യെസ്. എനിക്ക് തോന്നുന്നു നമ്മളൊരിക്കൽ റിയാസിനെ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം കുറേ പേർ റിയാസ് എന്നുള്ള പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ നിന്നാണ് വിളിക്കുന്നത്. മണ്ണാർക്കാട് പക്ഷേ കൂടുതൽ ശല്യം വന്യമൃഗങ്ങളുടെയാണ് അല്ലേ? വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടെങ്കിലും ഇതുപോലെ ഈ നായക്കളുടെ ശല്യം വലിയ ശല്യമാണ്. ഇപ്പൊ ടൗണുകളിൽ ഞങ്ങൾ ജീവിക്കുന്ന ഒരു മലയോര മേഖലയും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങൾ ടൗണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ ടൗണുമായി നേരത്തെ ആരോ അതിൽ സംസാരിക്കുന്നതുണ്ട്, ഏതൊരു ഡോക്ടർ ഇത്തരത്തിൽ ഈ നായകൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കും. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ജനങ്ങളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി പല ആളുകളും ഉണ്ട്. ബിസ്ക്കറ്റ് വാങ്ങി റോട്ടിൽ ഒരുപാട് കൊടുക്കുന്നു നായകൾക്ക്. ഇത് സ്ഥിരമായിട്ട് അവിടെ വരുന്നു. അതുപോലെ തന്നെ ചില ആളുകൾ വൈകുന്നേരങ്ങളിൽ ഈ നായകൾക്ക് ചില ഭാഗങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കും. ഇവരാരും ഈ നായകളെയോ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു സെക്ടർ ഉണ്ടാക്കി സംരക്ഷിക്കാനോ ആരും തയ്യാറാകാത്ത ആളുകളാണ്. ഇവര് പുറത്ത് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഇവര് അത് വലിയൊരു പുണ്യം കിട്ടുന്ന രൂപത്തിലേക്ക് മാറി. പക്ഷെ അത് വലിയ തരത്തിലുള്ള ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് മാറുകയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ എന്റെ അടുത്ത പഞ്ചായത്തിൽ തന്നെ ഉണ്ടായി ഒരു വാക്സിൻ എടുത്ത ഒരു കുട്ടി. ആ വാക്സിൻ എടുത്ത ശേഷം പിന്നെ അതിന് ആ കുട്ടിക്ക് പയറകി അങ്ങനെ മരണപ്പെടുകയുണ്ടായി. കാരണം വെച്ചാൽ ഈ സർക്കാരുകള് ഇതിനിപ്പോ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പോലും ഇപ്പോ എന്റെ പ്രദേശമായ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ ചികിത്സ ആ വലിയ തോതിലുള്ള കടിയേറ്റ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വാക്സിൻ പറ്റാതെ വരികയാണ്. അങ്ങനെ പാലക്കാട്ടിലേക്ക് ചെല്ലുകയാണ്. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ ആ വാക്സിൻ നിലവിലില്ല എന്നാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ തൃശ്ശൂരിലേക്ക് പോകുന്നു. ഇത് അല്ലെങ്കിൽ അവിടെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 3000, 2500, 4000 ഒക്കെ കൊടുത്ത് വലിയ തോതിലുള്ള പണം കൊടുത്തിട്ട് വേണം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വാങ്ങാൻ. ഇത് ഇത്തരത്തില് ഈ സർക്കാരുകൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഈ നാട്ടില് ഒരു പട്ടിയുടെ വില പോലും മനുഷ്യന് നൽകാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരത്തില് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ അത് ആരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരായാലും ശരി പിന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി ഇതിനെതിരെ ഒന്ന് ശക്തമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ശക്തമായി രംഗത്ത് വരുന്നില്ല. ഇപ്പൊ ഞാൻ പട്ടിയെ വളർത്തുന്ന ആളാണ്. എന്റെ വീടിന്റെ മുമ്പിൽ ഞാൻ ഒരു കൂടൊക്കെ വെച്ച് ഞാൻ പട്ടിയെ വളർത്തുന്നതാണ്. പക്ഷെ അതിന്റെ രൂപത്തിൽ സംരക്ഷിക്കാത്ത കുറെ ആളുകളുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും സമയം അതിക്രമിച്ചുകൊണ്ടാണ്. വളരെ സന്തോഷം റിയാസ് അവിടുന്ന് വിളിക്കുകയും റിയാസിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പൊതുവേ ഈ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് കുറേ കൂടെ ഗൗരവത്തിൽ സർക്കാരുകൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇനി നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാനാകില്ല. 8ഉം 10ഉം വയസ്സായ കുട്ടികളെ പട്ടിയെ കടിച്ചു കീറുന്നത്, 80, 90 വയസ്സായ വയോവൃദ്ധരെ കൊന്നു തിന്നുന്നത്, ഇത് ഇനി കണ്ടു നിൽക്കാൻ കേരളത്തിന് കഴിയില്ല. അപ്പോൾ ഇതിന് നിയമങ്ങളിൽ മാറ്റം വേണമെങ്കിൽ, അങ്ങനെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണമെങ്കിൽ അങ്ങനെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ